പൊന്നുമോനെ, മുണ്ട എന്റെ അടുത്ത് കൊണ്ടുപോയാ ഞാൻ. ഇനി മുതൽ നമ്മുടെ സമയമാണ്. രാക്ഷസന്റെ വീടിന്റെ വാതിൽ തട്ടാൻ ആർക്കാണ് ധൈര്യം? അമ്മ വന്നില്ലേ മോളെ, കരയാതിരിക്കും. ഞാൻ നോക്കിക്കോളാം. മരിച്ചുപോയ ഞാൻ തിരിച്ചു വന്നതാ. നിന്നെ നശിപ്പിക്കാനാ ഞാൻ തിരിച്ചു വന്നത്. ഇനി നടക്കാൻ പോകുന്നത് ദുഷ്ട സംഹാരം. എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ആരെയും വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ. എഞ്ചിനീയറെ, അവര് കാടിന്റെ ഉള്ളിൽ തന്നെയുള്ളത്. ഇത് പെട്ടെന്ന് തന്നെ എല്ലാവരോടും പറയണം എഞ്ചിനീയറെ. നിങ്ങളെയും കെട്ടിയിട്ടൊക്കെ വേണോ എഞ്ചിനീയറെ? അയ്യോ, നിന്നെ കൊല്ലോടാ, നിന്നെ കൊല്ലോടാ. അമ്മേ മഹാമായേ, മാന്ത്രികം, ജനവസ്യം, ധനവസ്യം, മോഹനം, മാഹാർസനം, കദംബനം, ഉച്ചാടനം, മാരകം, വേദകം, വിദ്വേസനം, യോഗം, യാഗം, യന്ത്രം, നിസ്കൈ, നീച്ചെ, വൈദ്യം, ശാസ്ത്രം, കുണ്ടലി വൈദ്യം, ജാലം, രസമണി, ആയം, കായകർപ്പം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനുഷ്യന് സ്വയം കൈകാര്യം ചെയ്യാം. ഈ പറഞ്ഞതെല്ലാം മനുഷ്യന് സ്വയം ചെയ്യാൻ കഴിഞ്ഞാൽ ദൈവത്തിനും മനുഷ്യനും തമ്മിൽ പിന്നെ വ്യത്യാസമുണ്ടാകില്ല തായേ. പരാശക്തി അമ്മേ, ഈ ഗ്രാമത്തെ ആ ആസുരന്മാരിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണമേ. ഓം ശക്തി. എന്തോ ആയത് ഒന്നും കണ്ടിട്ട് മനസ്സിലാവുന്നില്ലല്ലോടി. ഇവളെപ്പോഴാ ജീവനോടെ തിരിച്ചു വന്നത്? ഇനി ഇവള് മായജാലമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതിലും വലിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ പൊടി അവളുടെ മേത്തൊന്ന് വീണാ മതി. അത് കഴിഞ്ഞിട്ട് ഇവിടെ നടക്കാൻ പോണത് കാണ്. ഡാ, വേഗടാ, നീ വേഗട്ടെ. എന്റെ നല്ല കുട്ടിയല്ലേ, ഒരു പൊട്ട് വെക്കട്ടെ. അമ്മ അവിടെ വന്നിരിക്കുന്നത് ദേവിയാണെന്നറിയാതെ അവരെന്തൊക്കെയോ കെണിയൊരുക്കുന്നുണ്ട്. അമ്മ കാണുന്നുണ്ടോ? ഞാൻ അവരുടെ കൂടെ ഒന്ന് ഒളിച്ചു കളിച്ചിട്ട് വരാം അമ്മേ. എന്തുവാടാ ചെവിട്ടി വന്ന് ഊതിക്കൊണ്ടിരിക്കുന്നത്? ഞാനൊന്നുമല്ല. എന്തിനാടെ ചെവിയിൽ ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുന്നത്? ഞാനല്ലേ ജി. അയ്യോ അയ്യോ നാടുവാഴി എങ്ങോട്ട് പോയി എങ്ങനെ പോയെന്നൊന്നും അറിയില്ല. ഭവാനിയോട് ചോദിച്ചാൽ തന്നെ അച്ഛൻ പുറത്തു പോയെന്നൊക്കെയാണ് ആ കൊച്ചു പറയുന്നത്. അവരിടയ്ക്കിടയ്ക്ക് പറയാതെ എങ്ങോട്ടാ പോകുന്നെന്ന് ആർക്കും അറിയില്ല. എഞ്ചിനീയർമാരെ ഭ്രാന്ത് പിടിച്ച പോലെ കാട്ടിക്കൂടെ ഓടുവാണെന്നാ അവര് പറയുന്നത്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. എന്തോ ബാധ കയറിയതാണെന്നാ തോന്നുന്നത്. മാടസ്വാമി, മയിലേ, ഞാൻ തന്നെയാ നിങ്ങളുടെ നാടുവാഴി. ഞാൻ വിളിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? സ്വാമി, നിങ്ങളെങ്കിലും പറ. ഞാൻ പറഞ്ഞാൽ ഇവരൊക്കെ വിശ്വസിക്കുമോ? ഈ അഘോരി ജീവനോടെ വന്ന് നിൽക്കുന്നു. നാട്ടിലെ കാര്യം ആകെ പ്രശ്നമാണ്.
യവന്മാരിങ്ങനെ വിട്ടാ നാടിന്റെ കാര്യം എന്താകും? ഈ വിഷയമൊക്കെ നാടുവാഴിയോട് എങ്ങനെയാലും നമുക്ക് പറയണം. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ആ മഹാഭാവികള് എന്നെ കെട്ടിട്ടിരിക്കുക. ഞാൻ പറയുന്നൊന്നും നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ എത്ര വിഡ്ഢികളാണ്! നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല അദ്ദേഹം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കടുക്കാസ്വാമിക്ക് എന്താ എപ്പോഴാ പറയണേന്ന് അറിയില്ല. എല്ലാം നമുക്ക് പോലീസ് വരുമ്പോ പറയാം. ആ പറഞ്ഞ കാര്യം ശരിയാ. പോലീസ് വരുമ്പോ നമുക്ക് പറയാം. അതെ, അതാടാ, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ശരി. കറുപ്പയ്യ ഒരു ചായ ഇട്. ശരി. ഇപ്പൊ കിട്ടും. ശരി സാർ, ഫോൺ അടിക്കണം സാർ. ഹലോ സാറേ, ഞങ്ങൾ വടക്കാമ്പെട്ടി പഞ്ചായത്തിൽ നിന്ന് വിളിക്കുക. ആ പറ, പിന്നെ ഏതെങ്കിലും കുട്ടികളെ കാണാതെ പോയോ? ഇല്ല, നാടുവാഴിയെ കാണാനില്ല. എന്തു പറയുന്നേ? നാടുവഴിയെ കാണാനില്ലെന്നോ? മരിച്ചുപോയ അഘോരി തിരിച്ചു വന്നു സാർ. കാടിനുള്ളിൽ എവിടെയോ മറിഞ്ഞിരിക്കുക. എന്ത് നാടാടോ ഇത്? എപ്പോഴും മരണമാണല്ലോ. ഇപ്പൊ തന്നെ 8 കുട്ടികളെ കാണാതെ പോയി. പത്രത്തിലും TV ചാനലിലും ഒക്കെ നിങ്ങളുടെ നാടിനെ കുറിച്ചാ വാർത്ത കാണിക്കുന്നത്. അതിനുള്ളിൽ അടുത്ത ആളെയും കാണാതെ പോയോ? ശരി, ഞങ്ങളോട് പറഞ്ഞ വേറെ ആരോടും പറയാൻ പോകണ്ട. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ അങ്ങോട്ട് നേരിട്ട് വരാം. വന്നിട്ട് എല്ലാരെയും ചോദ്യം ചെയ്ത് കണ്ടുപിടിക്കാം. എന്താടാ ഇത്? നാടുവഴിയും കാണാനില്ലെന്ന്. എന്ത് നാടാണോ എന്തോ? ആ വാ, പോവാം, വാ. പോയി എന്താ നോക്കാം, വാ. പാവ, പോലീസിന്റെ സമയം ശരിയല്ല. കേതുവിന്റെ അടുത്ത് ശനി വന്നു നിന്നാ ആർക്കെന്ത് ചെയ്യാൻ പറ്റും? അമ്മേ മഹാമായേ, നീയേ ഒരു രക്ഷയുള്ളൂ. ഓം ഹ്രീം ക്ലീം ഹ്രീം ഉണ്ടാവായ നമസി. ഒരുത്തനെ വിടരുത്. എല്ലാരെയും പിടിക്ക്. വേഗം വാ, വേഗം വേഗം. വിടരുത്, വിടരുത്. ഇനി ആരെങ്കിലും ഞങ്ങളെ ശല്യം ചെയ്യാൻ വന്നാൽ എല്ലാത്തിനെയും ഞങ്ങൾ പിടിച്ച് എല്ലാത്തിനും കൊന്ന് കത്തിച്ച് അതിലെ കരിയെടുത്ത് നിന്നെയൊക്കെ ഭസ്മമാക്കോടാ. ഓടുക, ഓടേ, ഓടാ, ഓടടാ, തിരിഞ്ഞു ഓട്. നോക്കാതെ തിരിഞ്ഞു ഓട്. നോക്കാതെ ഓട്. ഓട്. എല്ലാവരും നന്നായിട്ട് മയങ്ങിയിട്ടുണ്ട്. ഞാൻ അകത്ത് പോയി കൊച്ചിന്റെ അടുത്തോണ്ട് വരാം. നീ പുറത്ത് പോയി ആരിലും വരണോ നോക്കണം. പോക്കോ. ആ, എവിടെ പോയി? കുറെ നേരം ആയല്ലോ, ആരെയും കാണുന്നില്ലല്ലോ. ഒന്ന് പോയി നോക്കാം. ഓം ഹ്രീം 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 ഉണ്ടാവായ നമസി. ഐം ക്ലീം ഹ്രീം ഹീം ഉണ്ടാവായ നമസി. നും നം നിം നും ഉണ്ടാവായ നമസി. സിം ഹം ലം ബം ഉണ്ടാവായ നമസി. ഓം ഹ്രീം 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 ഉണ്ടാവായ നമസി. ഐം ക്ലീം ഹ്രീം ഹ്രീം ഉണ്ടാവായ നമസി. മുണ്ടാ. കണ്ടില്ലേ മുണ്ട, നിനക്ക് വേണ്ടി 9ാമത്തെ ബലി. നിന്നെ സന്തോഷിപ്പിക്കാൻ പോവാ, നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പോവാ. എനിക്ക് മുഴുവൻ ശക്തിയും താമുണ്ടാ. സമയമാകാൻ പോകുന്നു. ഓം ഹ്രീം 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 ഉണ്ടാവായ നമസി.
ഐം ക്ലീം ഹ്രീം ഹീം മുണ്ടാവായ നമസി നും നം നിം നും മുണ്ടാവായ നമസി സിം ഹം ലം വം മുണ്ടാവായ നമസി. ഉണ്ടാ, നിന്റെ ബലി തയ്യാറായി. ഇനി ആരെ കൊണ്ടും ഒരു ശക്തിക്കും എന്തിന് ആ ദേവിക്ക് പോലും എന്നെ തടയാൻ കഴിയില്ല. ഞാൻ മരണമില്ലാത്തവനായി. ഈ ലോകം തന്നെ എന്റെ കാൽ ചോട്ടിലാണുണ്ടാ. എന്താ ഇത്? നിനക്ക് 9 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ബലി നൽകിയില്ലേ? പിന്നെ എന്തിനാണ് മുഴുവൻ ശക്തി തരാൻ മടിക്കുന്നത്? ശക്തി താമുണ്ടാ. കുഞ്ഞിനെ ബലി തരാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചില്ലടാ. എന്താ പറയുന്നുമുണ്ടാ? വ്യക്തമാക്ക്. കുഞ്ഞല്ലടാ, അത് കുഞ്ഞല്ല. എല്ലാവരും നന്നായിട്ട് മയങ്ങിയിട്ടുണ്ട്. ഞാൻ അകത്ത് പോയി കൊച്ചിനെ എടുത്തോണ്ട് വരാം. നീ പുറത്ത് പോയി ആരിലും വരണോ നോക്കണം. പൊക്കോ. അയ്യോ, ഞാൻ കുഞ്ഞല്ല കുഞ്ഞല്ല, ഞാൻ വലിയ ആളാ. എന്നെ എടുക്കല്ലേ, എന്നെ അയ്യോ.